ഏറ്റവും വലിയ ടെൻഷൻ വെച്ചാൽ എൻ്റെ മോനെ കാണാനായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഓനും അതേപോലെയാണ്. അപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇന്ന് പനി കുറച്ച് കുറവുണ്ട്. പിന്നെ അച്ഛ അമ്മ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ രാത്രി കണ്ണെല്ലാം മുകളിലോട്ടായി അനങ്ങാണ്ട് നിന്നു. അപ്പോൾ പനി കൂടുതലായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അതിൽ ഇന്ന് രാവിലെ ഡോക്ടർ 2 പേരുണ്ട്. ഡോക്ടർ ലേഡി ഡോക്ടറും നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഗൂഗിൾദാസ് ഡോക്ടർ. നമ്മൾ പേടിക്കേണ്ട വെച്ചാൽ ഇത് 10 മിനിറ്റിൻ്റെ കൂടുതൽ ഇതുപോലെ തന്നെ ഉണ്ടായെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതുപോലെ തന്നെ സ്റ്റെക്കായിട്ട് ഇങ്ങനെ 10 മിനിറ്റിലധികം, അതായത് 10 മിനിറ്റിലധികം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം പോകണം. അതെ, 1 മിനിറ്റ് വരെ ഇല്ലെങ്കിൽ 5 മിനിറ്റ് വരെ ഉണ്ടെങ്കിൽ എല്ലാം അത്ര പേടിക്കണം. പക്ഷേ 10 മിനിറ്റിന് മുകളിലെല്ലാം പോകുമ്പോൾ കുട്ടിക്കത് ബ്രെയിനിനൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പനിയോടെയുള്ള ഇതാണ്, ഇത് പനിയോട് ഉള്ള സംഭവമാണ്. അപ്പൊ പനി വന്നിട്ട് കൂടിയിട്ടാണ് ഇത് കുട്ടിക്ക് ഇങ്ങനെ സീഷർ ഇങ്ങനെ അങ്ങനെയല്ലേ പറയാൻ, അങ്ങനെ എന്തോ പറയലുണ്ട്. ഫിക്സിന്റെ ഒരു ഇതാണ് സീഷർ അങ്ങനെ പറഞ്ഞത്. ഇത് പനി ഇല്ലാതെ അത് മാത്രം വന്നാലും പേടിക്കേണ്ടതാണത്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കൂട്ടിപ്പോകാൻ അങ്ങനെയല്ല പറഞ്ഞു. തുടർന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പനി വന്നിട്ടുള്ള കേസുകളിൽ 5 വയസ്സ് വരെ പിന്നെയും പനി വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതിനൊരു മരുന്നും കാര്യമെല്ലാം വരുന്നതിന് മുമ്പുള്ള അങ്ങനെ ഉണ്ട്. സാധാരണ നോർമലി പനി വരുമ്പോൾ കുട്ടിയൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്നൊരു സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. നമ്മളാകെ പേടിച്ചു പോയത്. അപ്പോൾ അമ്മയെല്ലാം വീട്ടിൽ നിന്ന് മൊത്തം ആകെ ഇന്നാണ് നമ്മൾ അന്നേരം ഇങ്ങനെ കൂട്ടിട്ട് വരുമ്പോഴല്ലേ അമ്മ കണ്ടിരുന്നു. പിന്നെ അമ്മ കാണുന്നില്ലല്ലോ. പറ്റിയ കുട്ടിയുടെ ഐസിയില ഉള്ളത് ഇങ്ങനെയുള്ള ടെൻഷൻ ആലോചിച്ചിട്ട് അമ്മക്കാടെ എന്തെങ്കിലും ആയി. അമ്മേനെ കുട്ടി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഋത്തിക്കിന് ഇവര് വന്നിട്ട് വേണം എനിക്ക് കൂട്ടിട്ട് പോകാൻ വേണ്ടിട്ട്. അതെ, ഓന് അടുന്ന് കാണാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. ഓനിപ്പോ ബിജുവാട്ടം പോയിട്ട് കൂട്ടിട്ട് വരും. മോനിങ്ങനെ രാത്രി പെട്ടെന്ന് ഇതായിട്ട് വന്നതല്ലേ, നമുക്കെല്ലാം എന്തോ ഒരു പോലെ കാണുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസമായിട്ട് പ്രകാശിൻ്റെ പരിപാടിയിലായിട്ട് അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് അമ്മക്കും വിഷമം, നമുക്കും വന്ന് കണ്ടേരം ചെറിയ സമാധാനം. വരുമ്പോൾ മോനെ ഉറങ്ങിപ്പോയി. നമുക്ക് സമാധാനമായി കണ്ടുകൊണ്ട് എന്നാ പറയണ്ടേ, കേട്ടിട്ട് നമുക്കൊരു പേടിയായി പോയില്ലേ. അന്ന് രാത്രി പെട്ടെന്ന് വന്നില്ലേ, ഇപ്പം കണ്ടേ വരുമ്പോഴത്തേക്ക് ഉറങ്ങിയും പോയി. അതെ, പറഞ്ഞുകൊണ്ടിരിക്കലാന്ന്. അപ്പൊ ഇങ്ങനെ തട്ടി അവിടത്തേക്ക് ഉറങ്ങി. അപ്പൊ നമ്മൾ എന്തായാലും മിംസിൽ നമ്മൾ ചേച്ചീന്റെ സർജറി കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ആഴ്ച ബുധനാഴ്ച നമ്മൾ ചേച്ചീനെ വന്നിട്ട് ലീനേച്ചിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വരാമെന്ന് ചോദിച്ചാണ്. അപ്പൊ അതിലെടുക്കാന്ന് ഋഷിക്കായിട്ട് നമ്മളിടാന്ന് അഡ്മിറ്റ് വേണ്ട വന്നു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വരണം നമ്മൾ ചേച്ചീനെ കൂട്ടിയിട്ട്. അപ്പോൾ ചേച്ചീനെ നമ്മൾ അവരെല്ലാം കാണിച്ച് സമാധാനിപ്പിച്ചേട്ടാ, കുഴപ്പമൊന്നുമില്ല ചേച്ചി. അങ്ങനത്തെ കണ്ടു, ഡോക്ടറെ എല്ലാം കണ്ട്. സർജറി എന്ന് കേട്ടവരെ എനിക്ക് പേടി ഉണ്ടായിന്. പക്ഷെ ഇപ്പം കണ്ടവരെ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പേടിയെല്ലാം കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പേടിച്ചാലാണ് പ്രശ്നം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എന്ത് പേടിയില്ലെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഇല്ലാണ്ട് നിൽക്കില്ല. അതൊക്കെ ഉണ്ട്, നമുക്കും ഉണ്ട്. എന്നാലും ഡോക്ടറെ സമാധാനിപ്പിക്കുമ്പോൾ എല്ലാ ഡോക്ടറും ഇങ്ങനെ ഇതാണല്ലോ. അതെ, എന്തായാലും എല്ലാവരും കൂടി ഉണ്ടല്ലോ. സർജറി എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും. പ്രഷറൊന്നും അങ്ങനെ നിങ്ങള് ടെൻഷൻ അടിച്ചിട്ട് പ്രഷറൊന്നും ഇട്ടല്ല. നമ്മളെല്ലാവരും കൂടെ പേടിക്കാനൊന്നുമില്ല. ഋതു വന്നിട്ടുണ്ട് കേട്ടോ. ഋതു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവന്. എണീച്ചിട്ട് വേണം ഇവനൊന്ന് കാണിക്കാൻ. ഋത്തിക്കാന്നാ വിചാരിക്കും. ഋതുവിനെ കാണുമ്പില്ലേ ഇത് ഋത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവനോട് ശരിക്കെല്ലാം ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നല്ലേ. ഋത്തിക്കിന് അത് ചില സമയത്ത് ഇവളെ മാക്സി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഞാൻ ഓനെ എടുക്കുമ്പോൾ ഓൻ ചാടി വരും. മുഖം നോക്കുമ്പോൾ അപ്പോൾ അമ്മയെല്ലാം തോന്നി തിരിച്ചു പോകും. അതധികം ഋഷിക്കിന് പറ്റില്ല. ഞാനിപ്പോ ശ്രദ്ധിക്കുന്നിട്ടാ ഈ വീഡിയോയിൽ കാണുമ്പോൾ രണ്ടാളും ചെറിയ കൈ തന്നെ കേട്ടാ. അല്ല, അധികം ഋഷിക്കിന് പറ്റില്ല. ഇവളെ മാക്സിയെല്ലാം ഞാൻ വീട്ടിൽ നിന്നിട്ടാൽ ഓൻ ഓടി വന്ന് പിടിച്ച് കയറിയിട്ട് ഞാൻ എടുക്കും. എടുത്ത് തന്നെ മുഖം നോക്കി പെട്ടെന്ന് ഇവളെല്ലാം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ മാറിപ്പോകും.
ഏറ്റവും വലിയ ടെൻഷൻ വെച്ചാൽ എൻ്റെ മോനെ കാണാനായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഓനും അതേപോലെയാണ്, നിൽക്കുന്നില്ല. അവിടെ നിന്ന് ഒരാൾ തന്നെ പോണപ്പം വരില്ലേ പറഞ്ഞോടുക്കുവേന്. അതുകൊണ്ട് വിജുവേട്ടൻ കഴിഞ്ഞ് ഓനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പോയി. ഓനെ ഉറങ്ങുന്ന സമയത്താണ് നമ്മളെല്ലാരും കൂടി വന്നേ. രാത്രി എല്ലാവരും ഒരുമിച്ച് കിടന്നേ ഉറങ്ങി. ഓനെ അറിയില്ല, രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മളില്ലല്ലോ അവിടെ. ഓനെ വേഗം പോയി കൂട്ടിയിട്ട് വരാം. അപ്പോൾ ചേച്ചി നിങ്ങളെന്നാ ഫുഡെല്ലാം ഇങ്ങോട്ട് വരുമല്ലേ? ആ, ഭക്ഷണം അവർ അങ്ങ് താഴ്ന്ന് വരും. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ. ഉറങ്ങുന്നേട്ടാ, ഏട്ടനെ കൂട്ടിയിട്ട് പറ്റേ. ഏട്ടൻ വന്നാലേ അവന് ഒരു ഇതല്ലോ. അപ്പോൾ ഇന്നലെ വന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, അന്ന് വന്ന് ഇന്നലെ ഒരു ഷർട്ട് അനൂറ്റിയുടെ വെച്ചോണ്ട് എടുത്തിട്ടു. ഇപ്പം ഡ്രസ്സെല്ലാം കൂടെ ഉണ്ട്. ഇപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി വീട്ടിൽ പോയിട്ട് കുളിക്കണം ചെയ്യാം. എന്നാൽ രാത്രി വരുമ്പോൾ ഒരു മുണ്ടോണ്ട് എടുത്തിട്ടാണ് ലുങ്കി എടുത്തിട്ട് വന്നത്. ഷർട്ട് ഇട്ടിട്ടില്ല, ഷർട്ട് പിന്നെ എനിക്ക് കൊണ്ടത്. മുണ്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇവിടെ ഉള്ളവരെല്ലാം അറിയുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളത്. അപ്പോൾ ഒരു എന്താണെന്ന് ഞാൻ ഞാൻ മറുതുണിയും നമ്മളെ മാവേനും കുട്ടി ഇങ്ങോട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് ഞങ്ങള് അപ്പോൾ ഞാൻ വീട്ടിലെത്തി. നമുക്ക് ഭാവനെ കാണണം. ഭാവനെ കാണിട്ട് എന്തോ പോലെയുണ്ട്. പിന്നെ ഇന്നലെ രാത്രി എന്തോ വാവക്ക് മിഞ്ഞാന്ന് രാത്രിയാന്ന് ഭാവനെ കൂട്ടിപ്പോയിന്. എന്നിട്ട് രാവിലെ എണീക്കുമ്പോ ശ്രീമാൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ശ്രീമാനോട് ചോദിച്ച് അച്ഛനും അമ്മയെല്ലാം എവിടെ പോയി നിന്ന് ഞാൻ വിചാരിച്ച് ഉച്ചക്ക് വരുന്നു. ഇന്നലെയും ഉച്ചക്ക് വരും രാത്രി വരും വിചാരിച്ചിട്ട് നോക്കി നിന്ന്. ഞാനും മോനും ഒരുപോലെയാണുള്ളത്. കാരണം അറിയില്ലോ. അയിലെടുക്ക് എനക്ക് മിഞ്ഞാന്ന് കുറച്ച് ശബ്ദം എടുത്ത് കൂക്കിയിട്ടില്ല മോനെ. രാത്രി കുറച്ച് കൂക്കി എന്തല്ലോ എനിക്ക് ഒരു പ്രശ്നം, തൊണ്ടക്ക് എന്തോ ഒരു വേദന ഭയങ്കര. എന്നിട്ട് ഇന്നലെ മക്കള് കൂട്ടിപ്പോയി മരുന്ന് കുടിച്ചതിനിപ്പോ കുറച്ചൊരു കുറവായി, നല്ലോണം അറിയില്ല, കുറവുണ്ട്. അപ്പൊ കുട്ടീന്റെ ആ ഒരു ടെൻഷനില് എന്നാ പറയണ്ടേ, മോനും നമ്മൾ അഞ്ചോളം വിളിക്കുമ്പോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാനും പറയാനും എല്ലാം ബുദ്ധിമുട്ട് തന്നെ. സിസ്റ്റർമാർ കൂടെ തന്നെ ഇല്ലേ, അതുകൊണ്ട് ആടെ എപ്പോഴും കൂടെ തന്നെ ആളുണ്ടാവും. ആ ഒരു ധൈര്യം ഉണ്ട് നമുക്ക്. എന്നാലും കണ്ടല്ലേ പറ്റൂ എനിക്ക്. അങ്ങനെ എന്നിപ്പോ ഇന്നലെ പറഞ്ഞോണ്ട് ഞാൻ ഡ്രസ്സെല്ലാം മാറ്റട്ടെ. അപ്പൊ മോനെ കൂട്ടാനാന്ന് അച്ഛൻ വന്നിന്. ഞാൻ പറയുമെന്ന് മോൻ എന്തിനാ പോന്ന്, മോനെ ബാവേനെ കണ്ടേ പറ്റൂ, പോണെന്നാ പറയുന്നത്. അതുകൊണ്ട് പിന്നെ കൂട്ടിപ്പോയിക്കപ്പ ഞാൻ എന്നാ പറയണ്ടേ. അച്ഛമ്മയും കൂടെ വന്നാലോ എനിക്ക് സഹിക്കാൻ കഴിയോ. നേരം വന്നിട്ട് ഒരു ചായ ഏറ്റവും കുടിച്ചതല്ലേ ഈ സമയം വരെ. ചായ കുടിച്ചില്ല, ഞാൻ ചൂടുവെള്ളം കുടിച്ചു. എന്ന് വെച്ചല്ലേ ഇതിനുള്ളിൽ കുട്ടീനെ എന്നിട്ട് ഇവര് കുത്തലും ഇങ്ങനെല്ലാം ചെയ്യുന്നത് കൊടുക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ഇനിയും നമ്മൾ സെറ്റാക്കും. ആദ്യം അനിയും അങ്ങനെ ആയിട്ട് നമുക്ക് പോവാ. ഇവനെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഋതുവിനെ കണ്ടിട്ട് നല്ല ചിരിയുണ്ട്, ഇന്നെ കണ്ടാൽ നല്ല സന്തോഷമാവും. പോവാ നമുക്ക്. അമ്മ ഇങ്ങനെ കാണാൻ വേണ്ടി കാത്തിക്കോ. മാറ്റി പോലെ രാവിലെ ഇന്ന് വീടിന്ന് വെച്ചിട്ടില്ല മോനെ. അമ്മ ഒറ്റക്കല്ലേ വേണ്ടു. ഇന്ന് തായലാന്ന് ചോറും കറിയെല്ലാം ആക്കിന്. അതുകൊണ്ട് അത് ഈ കൈ കുറഞ്ഞ ഈ കാലങ്ങളായി ഇങ്ങനെ വറുക്കുന്നു. ഒന്ന് പിടിച്ചോടാ. അതൊന്നും അറിയില്ല, അതങ്ങനെ വെറുക്കും. അത് കുഴപ്പമില്ല, എനക്ക് അതിനെ പറ്റി ഒന്നുമില്ല. ഇത് കഞ്ഞി കുടിച്ചിട്ട് മക്കള് പോടും. കൈ കയറ്റ് വാ. നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇന്ന് വരുമെന്ന് ഇന്ന് വിചാരിച്ചിന്, ഇന്ന് വന്നില്ല. അതുകൊണ്ട് നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാനും കൂടെ മോൻ്റെ ഒപ്പം ഇപ്പം പോവേനോ. മോൻ ബാവേനെ കാണാൻ ഒറ്റ ഷാഢ്യം പിടിക്കുന്നത്. അതുകൊണ്ട് പോയി കണ്ടിട്ട് വരട്ടെ. പിന്നെ എനക്ക് തടിക്കത്ര കഴിയുന്നില്ല. ഒന്നാമത്തേല് ഞാൻ അതാണ് പോകാത്തത്. പോയിട്ട് വാങ്ങുമോനെ. രണ്ടാളെയും പല്ലിന് ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് പറയാട്ടോ, വഴിയെ പറഞ്ഞുതരാം. അത് പിന്നെ ഒരു നമ്മള് കാണിക്കാം. അപ്പൊ സ്കോപ്പ് വന്നോടാ നൂട്ടി. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ. നാളെ പവനെ ഇങ്ങോട്ട് കൂട്ടാ പറയുമോന്നു ചെക്കന ഞാൻ അങ്ങോട്ട് വരട്ടെ ഇരിക്കുമെന്ന്. ഇപ്പം വരണ്ട മാമ നാളെ കൂട്ടാം.
ഓക്കെ. അതെ, അതും എൻ്റെ മനസ്സിലുണ്ട്. മോള് പിന്നെ ഈ സ്കൂളിൽ പോകേണ്ടത് മുടക്കിയിട്ട് ഇപ്പം എന്തായാലും കുട്ടിക്ക് അടുത്ത് പരീക്ഷയായില്ല. അല്ലെങ്കിൽ എൻ്റെ മോൾ എന്തായാലും നിൽക്കൂല. ഇവിടെ വാവേനെ കൊണ്ട് നടക്കാൻ ഓളുണ്ടായാൽ മതി. കുറച്ച് നല്ലൊരു ഇതാന്ന് ഓനെ. ആരും വേണ്ട. എൻ്റെ മോൾ ഒറ്റക്കായതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി മാറിയിട്ട് കൊണ്ടു നടക്കുമെന്ന്. അത് സാരമില്ല മോനെ. മറ്റു ഞാൻ എനിക്ക് കിട്ടലേ ഇല്ല കേട്ടാ. ഇപ്പൊ ഇവരാരും ഇല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിലുണ്ട് സെറ്റ്. അതെല്ലാരെയും നോക്കുമെന്ന് മോനെ. ആളെല്ലാം ഓനെ തിരിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് എല്ലാം ശരിയാവും മോനെ. പോയിട്ട് വാ. പറ്റേ ഇപ്പൊ ഇത്തിക്കനെ കൂട്ടി പോകുമ്പോ അനൂട്ടിയുടെ ആയതുകൊണ്ട് അതിനും വിഷമായി. സാറ പോകാൻ പറ്റുമോ? പോയിട്ട് വാന്ന് പോയിട്ട് വരാം. അങ്ങനെ ഋത്തിക്കിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഋഷിക്കിനെ കാണാം അല്ലേ? ഹായ്, നമ്മളെ യൂട്യൂബ് കുടുംബങ്ങളാട്ടോ. കൊണ്ട എന്നും അമ്മയോളം കരുതൽ. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. ഇത് 4 ഹായ്. $57. ഇവിടെ ആരും ഇല്ലാട്ടോ ഇപ്പൊ. ഒറ്റ മിനിറ്റ്, ഇപ്പം വരും അവര്. കവിത അവർക്ക് മറ്റൊരു സാധനത്തിൽ തന്നെ അടി തുടങ്ങി കേട്ടോ. വേറെ കളിപ്പാട്ടുണ്ട് കുറെ ഋഷിക്കിന്. അത് എനിക്ക് മനസ്സിലാണ്. തൽക്കാലം ബാബു കൊടുത്തിയാ സന്തോഷായിട്ടാ. അപ്പോൾ ഋഷിക്കിന്റെ കൈക്ക് ഈ ഗ്ലൂക്കോസ് ഈ മരുന്നെല്ലാം കൊടുക്കുന്ന കൈക്കുത്തിയിട്ടാണല്ലോ. അപ്പൊ അത് ഇനി അങ്ങോട്ട് പോകുന്നില്ല മരുന്ന്. അപ്പൊ അത് വീണ്ടും കുത്താൻ വേണ്ടി ആദ്യം ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടി ഐസിയിൽ പോയിട്ടുണ്ട്. ഭയങ്കര എന്താണ് വേദന. അത് കുത്തിയിലാക്കുമ്പോൾ ഭയങ്കര വേദന. കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഏച്ചിയും അവരെല്ലാം അങ്ങോട്ട് പോയി, വീട്ടിലേക്ക് പോയി. ഇപ്പൊ കവിയേ ഉള്ളൂ. നമ്മളെത്തുമ്പോൾ കവി മാത്രമേ ഉള്ളൂ. അത് ബലൂന്റെ അവിടെ കൈ പറയില്ല, അത് കൂട്ടിട്ട് അത് ഏട്ടൻ വന്നിട്ടാ. അച്ഛ വിളിക്കുന്നുണ്ട് കേട്ടാ. കരിഞ്ഞാണേ. കമ്മിനാണോ? ഞാൻ പുറത്ത് നിൽക്കുവായത്. ഞാനത് കേൾക്ക. എനിക്കത് കണ്ട് സഹിക്കാൻ കഴിയായിട്ട് ഞാൻ പുറത്ത് നിൽക്കുവായത്. ഹാപ്പിയാ? ഏട്ടൻ എന്നെ കൊടുന്നേനും ചോദിക്കും, എന്നെ കൊന്നേനും ചോദിക്കും. ഞാൻ ഒരു സാധനം ഉണ്ട്. എന്ത്? എന്നടാ കിൻഡർ ജോയ്. മാസ്ക് ഇട്ടിട്ട് അത് വേണ്ട പോലെ അത് പിടിച്ചിട്ടില്ല. കവി അതിന് മാസ്ക് ഇടുന്നതിനുള്ളിൽ അതാണ് പോകാൻ മുട്ടയാ. അത് അങ്ങോട്ട് പോകുമ്പോ കിൻഡർ ജോയ് ഒരാൾക്ക് വൃത്തിക്ക് കൊടുക്കുക പറഞ്ഞാല് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു ഉമ്മ. ഇതിനെ കണ്ടോ നിർത്താണ്ട് ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ കൈക്ക് മാറ്റി കുത്തിയതിന്റെ വേദനയിൽ വന്നേന്ന് തോന്നുന്നു. അതാണ് പുള്ളിക്കൊരു ഇതില്ലാത്ത. മോനൊരു ആശ്വാസം കേട്ടാ. 2 മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസം.
അപ്പോൾ നാളെ ഇനിയിപ്പം രാവിലെ ഡോക്ടർ വന്നിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം. നാളെ ആവുമെന്നറിയില്ല. അതുകൊണ്ട് നാളെ വീട്ടിലേക്ക് പോകണം. നാളെ പോയാൽ നമ്മൾ മറ്റന്നാൾ ആദ്യം പറഞ്ഞ ചേച്ചിട്ട് പോരാം. അപ്പോൾ ചേച്ചിയെല്ലാം കുറച്ചേരത്തെ അങ്ങോട്ട് പോയാൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അമ്മക്ക് അമ്മേൻ്റെ സൗണ്ടെല്ലാം പോയിട്ടുള്ളത് ഇങ്ങനത്തെ നമ്മളെല്ലാം വന്നപ്പോൾ അവിടെ കരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാളെ വരാം.